കുറുവ പഞ്ചായത്തിലെ വിവിധ തരം എക്സോട്ടിക് ഫ്രൂട്ടുകൾ കൃഷി ചെയ്യുന്ന ഉമ്മറുകുട്ടിന്റെ ഫീൽഡിലാണ് നമ്മളുള്ളത്. ഒരുപാട് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഇപ്പം നിലവിൽ കൃഷി ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഗാഗ് ഫ്രൂട്ട്. കൈപ്പയുടെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു പഴമാണ് ഗാഗ് ഫ്രൂട്ട്. ശരിക്കും ഇതൊരു ദീർഘകാല വിളയാണ്. അധികം ഒരു പരിചരണം ആവശ്യമില്ലാത്ത ഒരു ഫ്രൂട്ടാണ് ഗാഗ് ഫ്രൂട്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ആണും പെണ്ണും ചെടിയായിട്ട് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് 20 പെൺചെടികൾക്ക് ഒരു ആൺചെടി എന്ന രീതിയിലാണ് ഇത് കൃഷി ചെയ്തു വരുന്നത്. ഞാനിത് നടുന്നത് ഏതാണ്ട് ഒരു 4 കൊല്ലം മുമ്പാണ്. നട്ട് കഴിഞ്ഞാൽ 8-9 മാസം കൊണ്ട് തന്നെ അത് കായ്ക്കുന്നുണ്ട്. നന്നായിട്ട് പന്തലിടുന്നതാണ്. അത് നന്നായിട്ട് വെള്ളി പടരുന്ന ആണ്. ഫ്രൂട്ടിങ് സീസൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മെയ് ജൂണിൽ തുടങ്ങി കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ വരെയൊക്കെ ഉണ്ടാവുന്നതാണ്. നമ്മളെ ഇത് ഏതാണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കൈപ്പയുടെ ഇതിൽ വേരിയേഷനിൽ കിട്ടുന്നുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെ അതിന്റെ കുരും എല്ലാം അതേമാതിരി തന്നെയാണ്. വിയറ്റ്നാമിലെ ഒറിജിൻ ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഗാഗ് ഫ്രൂട്ട്. ബാക്കി എക്സോട്ടിക് ഫ്രൂട്ട്സിനെ പോലെ ഗാഗ് ഫ്രൂട്ട് അത്ര അറിയപ്പെട്ട് വരുന്നേ ഉള്ളൂ. വൈറ്റമിൻ സി, ബീറ്റ കരോട്ടീൻ, അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് എന്നിവയുടെ ഒരു കലവറയാണ് ഈ ഗാഗ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. വളപ്രയോഗം വളരെ സിമ്പിളാണ്. മറ്റുള്ള ചെടികളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ചാണകപ്പൊടി, കുമ്മണ്ണാക്കി, എല്ലുപൊടി ഇത്രയൊക്കെ മതി. വലിയ പരിചരണമൊന്നും ആവശ്യമില്ല. ഇതിന്റെ പല സ്റ്റേജിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. തുടക്കത്തിൽ പച്ച നിറ അയക്കാറും, അത് പിന്നെ ഒരു മഞ്ഞ നിറത്തിലെത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചുവപ്പാവും. ചുവപ്പായി കഴിഞ്ഞാൽ പഴുക്കും. പച്ച നമുക്ക് കയ്പ ഉപ്പേരി വെക്കുമ്പോൾ ഉപ്പേരി വെക്കാം. പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ കാമ്പ് എടുത്തിട്ട് കുരു ഒഴിവാക്കി കാമ്പ് എടുത്തിട്ട് ജ്യൂസ് അടിക്കാം. കഴിയുന്നിടത്തോളം ഇത് നമ്മളെ തേൻ ഉപയോഗിച്ചിട്ട് ജ്യൂസ് അടിക്കുക. പഞ്ചസാര ഇന്ന് ഒഴിവാക്കുക. ഒരു ഫ്രൂട്ട് എന്നതിലുപരി ഇതൊരു തണലായിട്ടും അതുപോലെ തന്നെ അലങ്കാരത്തിന് വേണ്ടിയിട്ടും കൃഷി ചെയ്തു വരുന്നുണ്ട്.